വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. ഭരണവിരുദ്ധ വികാരമെന്ന് പറയുന്നത് പൊതുവെ ഒരു ബോംബ് പോലെയാണ്. സാധാരണഗതിയിൽ അത് എപ്പോഴാണ് പൊട്ടിത്തെറിക്കുക എന്ന് സർവേ പ്രഡിക്ഷൻ നടത്തുന്നവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയില്ല. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 3-ാം തവണയും മോശമല്ലാത്ത രീതിയിൽ പെർഫോം ചെയ്തു. അതുകൊണ്ട് കാലാകാലത്തോളം അവർ അധികാരത്തിലിരിക്കുമെന്ന് അമിത്ഷാ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വെറും തെറ്റായ കാര്യമാണ്. മന്ത്രിസഭാ പുനഃസംഘടന ഉൾപ്പെടെ നരേന്ദ്രമോദി അലട്ടുന്നത് പ്രധാനമായും ഈ രാജ്യത്ത് കത്തിപ്പടരുന്ന ജനരോഷത്തിൻ്റെ പേരിൽ തന്നെയാണ്. രാജ്യത്തെ വിദ്യാഭ്യാസ നയം കുട്ടിച്ചേറായി എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാനെ പോലെ പരാജിതനായ ഒരു മന്ത്രി. കേന്ദ്രമന്ത്രിമാരിൽ 2 പേരെയാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ കടന്നാക്രമിക്കുന്നത്. ഒന്ന് ധർമ്മേന്ദ്ര പ്രധാനും മറ്റൊരാൾ നിർമ്മല സീതാരാമനുമാണ്. ഇവർ 2 പേരും കഴിവുകെട്ടവരാണ് എന്നുള്ളത് അവർ കാലാകാലങ്ങളായി തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് പുതിയ ഒരു വിഷയമല്ല. അതാത് വകുപ്പുകളിൽ കാലാകാലങ്ങളായി അവർ നടത്തിവരുന്ന ഇടപെടൽ പൊതുജനങ്ങൾക്ക് ഏറ്റവും വലിയ ദ്രോഹമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ജനങ്ങളെ ബാധിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ജനങ്ങളെ പുച്ഛിച്ചു തള്ളിക്കൊണ്ട് അധികാരത്തിൻ്റെ ഗർവ് അമിത്ഷാ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിന് കൊടുക്കുന്ന മറുപടിയായിരിക്കും ഏറ്റവും വലുത് എന്ന് പറയുന്നത്. 2014-ലും 2019-ലും നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ രീതി ആ പാറ്റേൺ ആയിരുന്നില്ല 2024 നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട്. പ്രതിപക്ഷത്തുള്ള പാർട്ടികൾ പലതും പിളരുന്നു. അതുകൊണ്ട് അതെല്ലാം വലിയ നേട്ടമായി കൊയ്തെടുക്കാമെന്ന് BJP നേതൃത്വം വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും വിഡ്ഢിത്തരമാണ്. കാരണം പ്രതിപക്ഷ പാർട്ടികൾക്ക് ശക്തി പ്രാപിക്കാൻ അധിക കാലതാമസമൊന്നും എടുക്കില്ല. ഇപ്പോൾ BJP ബംഗാളിൽ ഭരണം കിട്ടിയെന്ന് വിചാരിച്ച് അഹങ്കരിക്കുന്നുണ്ട്. BJPയുടെ ശക്തി തർക്കങ്ങൾ പലതും ഇറ്റിറ്റ് പോകാൻ റെഡിയായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. UPയും മധ്യപ്രദേശുമൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുക വരും തെരഞ്ഞെടുപ്പുകളിൽ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയങ്ങൾ തന്നെയാണ്. ഏതായാലും മന്ത്രിസഭയിൽ ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള അഴിച്ചുപണിയിലാണ്. താൽക്കാലികമായി കണ്ണിൽ പൊടിയിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരണം, അത് നടത്താൻ വേണ്ടിയുള്ള നീക്കം മാത്രമാണ്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് NDAയിലെ സഖ്യകക്ഷികളെ ഭയപ്പെടുത്തിയും അവരെ പലരെയും പിളർത്തിയും വിരട്ടിയും വിലവേശിയുമൊക്കെയാണ് BJP NDA എന്ന ഈ സംവിധാനം കൊണ്ടുപോകുന്നത്. 2014 മുതലേ NDAയുടെ ചെയർപേഴ്സൺ അമിത്ഷാ തന്നെയാണ്. അമിത്ഷായുടെ കുശാഗ്രബുദ്ധിയിൽ തോന്നുന്ന പല ഐഡിയകളും നരേന്ദ്രമോദിയോട് പോലും പറയാതെ പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ജയിക്കുന്ന ഈ ജയം ആത്യന്തികമായി BJPക്ക് കിട്ടുന്ന ജയമല്ല എന്നത് തന്നെയാണ്.